Now, the next topic what we are going to do is process of educational administration. And to begin with, let's see what are the characteristics of educational administration. Characteristics of educational administration. Basically, it is about working together. So, making efforts and agencies working together in harmony, assisting in realization of its aims and objectives, rendering services to society and having a personal progress also, dealing with parents, teachers, students and public. അപ്പം ഏജൻസീസ് വർക്കിംഗ് ടുഗദർ എന്ന് പറയുമ്പം ഇതൊക്കെ തന്നെയാണ് പാരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പബ്ലിക് അറ്റ് ലാർജ്. Engaging in utilization of resources to the maximum benefits for the achieving of the educational goals. ഇതാണ് characteristics of educational administration. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഇപ്പം ഏതൊരു ഓർഗനൈസേഷനും അതിന് എയിംസും അതിന് ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരിക്കണം. അത് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കണം. അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വർക്കിന്റെ റിക്വയർമെന്റ് ഉണ്ട്. അതിൽ ടീം ലീഡേഴ്സ് വരുന്നുണ്ട്. അവരുടെ ഗൈഡൻസും അസിസ്റ്റൻസും വന്ന് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് എഫേർട്ടിലാണ് അത് സക്സസ്ഫുൾ ആക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് പോയിന്റ്സ് ആയിട്ട് എടുക്കുമ്പോൾ പ്രൊഡക്ഷൻ, assuring public, finance and accounting, personal and coordination. ഈ 5 points ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വാട്ട് ഇസ് ദ പേർപ്പസ്, വാട്ട് ഇസ് ദ മെയിൻ വർക്ക് ഇൻവോൾവ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ, അതിനെ നമുക്ക് പ്രൊഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പൊ ഒരു ഫാക്ടറി സംബന്ധിച്ച് ദേ ആർ മേക്കിംഗ് എ പ്രോഡക്റ്റ്. വേർ ആസ് എ സ്കൂൾ വി ആർ ഇംപാർട്ടിംഗ് നോളേജ്. ഇപ്പൊ സ്കൂളിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു സോഷ്യൽ ആക്ടിവിറ്റി ഓഫ് വർക്ക് ഫോർ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഇസ് സെറ്റപ്പ്. സോ ഡെഫിനറ്റ്ലി ദ റോൾ ഓഫ് എ സ്കൂൾ ഇസ് ടു ഇംപാർട്ട് നോളേജ്. അതാണ് ഞാൻ പറഞ്ഞത്. In education, it means realization of goals of education which have been set up by the society. Education administration has therefore to understand the aims of education to the educational workers so that they may shape the final product of education in the desired form and shape. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ആ സെറ്റപ്പ് സ്റ്റുഡൻസിന്. ദ അച്ചീവ്മെന്റ് ഓഫ് ദി പീപ്പിൾ ആണ് അതിന്റെ ഗോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. പിന്നെ അഷ്യൂറിംഗ് പബ്ലിക്. ഏതൊരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്താലും അതിന് ആ സൊസൈറ്റിക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഓൾ പോസിറ്റീവ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും വരാതിരിക്കാൻ it should be importance should be given, and definitely there should be some authority to check whether the activities involved in an organization is as per their ഫോം ചെയ്യുമ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ, ഒരു പേർപ്പസ് എന്ന് പറഞ്ഞത് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. പിന്നെ ഡോക്യുമെന്റ്സ്, ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ റെഡിയാക്കുമല്ലോ. ആ ഡോക്യുമെന്റ്സിലെല്ലാം പറഞ്ഞത് തന്നെയാണോ അവർ ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈവൻ അതർവൈസ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാൻ പാടില്ല. സോ പിന്നെ ആ സൊസൈറ്റി, ആ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് അതിന് ചുറ്റുമുള്ളവർക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവണം. Assuring public use means that the activity and the product of the effort of the organization, the goal and services produced must be such that they are acceptable of use and benefits to the public, because it is for this that the public has set up the organization. It is the business of education administration to define the operation needed, to make them known and to promote them so that the final education product is good for the public and the society. അപ്പം ഒരു എന്താണ് നല്ല ഒബ്ജക്റ്റീവായിട്ട് അത് സെറ്റപ്പ് ചെയ്യണം. അത് പബ്ലിക് അറ്റ് ലാർജിന് അത് ബെനിഫിഷ്യലും ആയിരിക്കണം.
അപ്പം ഇതിന് ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം ഡീലിംഗ് വിത്ത് ഡ്രഗ്സ് ആണെങ്കിൽ definitely that is not going to benefit to the society, and such activity should not be encouraged. We should not allow such things to happen. And at this junction I would like to tell you regarding this also. നമ്മുടെ ഇപ്പോൾ സ്കൂൾസിന് ചുറ്റുവട്ടത്തിൽ നിന്നും like shops dealing with like cigarettes, ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ലെന്ന് കമ്പൽസറി ആയിട്ടുള്ള റൂളുണ്ട്. ദ പർപ്പസസ് ഇപ്പം എസ്പെഷ്യലി ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിൽഡ്രൻ ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു തിങ്സ് ഓഫ് ദിസ് സോർട്ട്. അപ്പൊ അവർക്ക് അതിലൊരു ഈസി ആക്സസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബിക്കോസ് ക്യാമ്പസിന്റെ അകത്ത് the school can make sure such thing doesn't happen. പക്ഷെ ഇത് ഓൺ ദ ട്രാൻസിറ്റ് ഇപ്പൊ സ്കൂളിൽ നിന്ന് ഇപ്പൊ പിള്ളേർ ഇറങ്ങി വീട്ടിലെത്തുന്നതിന്റെ വഴിയില് സോ അതിലിപ്പം ദൂരെ പോകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് വി ഷുഡ് നോട്ട് എൻകറേജ്. ദാറ്റ് ഇസ് ദ റീസൺ ഇപ്പൊ ഇങ്ങനത്തെ എല്ലാം പറയുന്ന ലിക്കർ ഷോപ്പ് പാടില്ല, ഇങ്ങനെ സിഗരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ആ നിയർ ബൈ ഏരിയയിൽ സെല് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാത്തത്. ദെൻ അഷ്വറിംഗ് പബ്ലിക് പറഞ്ഞ പിന്നെ ഫിനാൻസ് ആൻഡ് അക്കൌണ്ടിങ് എല്ലാ ഡീലിംഗ്സും ഇറ്റ് ഹാസ് ടു ബി സിസ്റ്റമാറ്റിക്. ഇപ്പൊ സ്കൂളിൽ തന്നെയാണ് റെസീപ്റ്റ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. അത് ട്രാൻസ്പെറൻസി ആൻഡ് സിസ്റ്റമാറ്റിക്. ഫിനാൻസ് ആൻഡ് അക്കൌണ്ടിങ് റെഫേഴ്സ് ടു റെസീപ്റ്റ്സ് ഓഫ് ദ മണി ഇൻവെസ്റ്റഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. Education administration is also concerned with receiving and spending the money necessary for the operation and the activities of the educational machinery. Machinery എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. It should record and measure the monetary and other resources invested in the education enterprises and also evaluate the inputs and the outputs. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്യണം വേണം. അത് ഇയർലി അതിന്റെ എന്താണ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യണം. പിന്നെ ഇപ്പൊ ഇതാണ് ഇതിലൊക്കെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് എക്സിബിറ്റ് ചെയ്യണം. Now the next point is personal. Personal is a framework and operation of policies and procedures for the recruitment of workers and maintenance of goodwill and personal relationship among them in order to ensure the full interest, cooperation, moral and loyalty of all the persons working in the organization. Here, like in every organization, we deal with people. അപ്പം അതിൽ ഒരു സിസ്റ്റമാറ്റിക് ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. It is especially important for education enterprises where the whole work is centered around the impact of one type of human beings. അപ്പോൾ സ്കൂളിൽ one type of human beings are dealing with another type of human എന്നാണ്. അപ്പോൾ അതിനകത്ത് one type of human beings എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സും the other type is students. The scope of education administration therefore spread over the personal. ഇതപ്പം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഡീലിംഗ് വിത്ത് പീപ്പിൾ എന്ന് തന്നെ എടുത്താൽ മതി. Next is coordination. Very, very important. For a systematic work, coordination is important, and it helps in the smooth functioning. So coordination is an important activity for education administration. Coordination for all kind of organization, coordination is important. It ensures the close interrelation and integration of all function activities of organization, such as personal, finance, and production of the desired results. Such integration has to be taught about not only in the structure of the organization but also the attitude and efforts of the workers, so that all of them are pulled together in the same direction and achieve the desired objectives. കോർഡിനേഷൻ വേണം, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ
അതിൻ്റെ അകത്ത് തന്നെയാണ് കോർഡിനേഷൻ പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒന്നും വരില്ല, അൺനെസറി വർക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരരുത്. അപ്പം അതിനെല്ലാം ഒരു കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഒക്കെ കിട്ടിയാൽ യു വിൽ ബി യൂട്ടിലൈസിങ് ദ ടൈം ആൻഡ് എനർജി ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. പിന്നീട് ഉള്ളത് ഇതാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ തന്നെയാണ് അടുത്തത് റെപ്പിറ്റേഷൻ ആണ്. സോ യു ഡു നോട്ട് ഹാവ് ടു ലുക്ക് ഇൻ ഇറ്റ്. Next is process of administration. Process of administration, like again we have listed into 6 points. That is establishing the educational purpose. What is the objective? Then provisions and development. Laying down the procedures and techniques. How to go about procedures and technique. Redefining the nature and procedure and use of authority. Defining about the nature and aims of the procedure and deciding about the mechanism. അപ്പം അതിൻ്റെ അകത്ത് ഇത്രയാണ്. ഇത് സിയേഴ്സിന്റെ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലാണ് ഈ 6 പോയിന്റ്സ് വരുന്നത്. അതിൽ എസ്റ്റാബ്ലിഷിംഗ് ദ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ പറഞ്ഞത് തന്നെ. പർപ്പസ് ഓഫ് പ്രൊവിഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ദ നെസസറി ഫിനാൻസ്, housing, material facilities for carrying out the work of the organization. അല്ല mobilization of resources നമുക്ക് പറയാം. Laying down the procedure ആണ് performance of work and policies and plan to guide the work. അതിൻ്റെ അകത്ത് കരിക്കുലം, ടീച്ചിങ് മെത്തേഡ്സ് എല്ലാം അതിൻ്റെ അകത്ത് അതെല്ലാം ഇതിൽ ലേയിങ് ഡൗൺ ദ പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഡിഫൈനിങ് ദ നേച്ചർ ആൻഡ് പ്രൊസീജിയർ ആൻഡ് ദ യൂസ് ഓഫ് അതോറിറ്റി. അതിൻ്റെ അകത്ത് ലീഗൽ, ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ ആൻഡ് കൺട്രോൾ. പിന്നെ സയന്റിഫിക് ആൻഡ് ഡെമോക്രാറ്റിക് വേയിലായിരിക്കണം അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. Deciding the mechanism, it refers to structure and relationship of authority and power applied in the administrative process. പിന്നെ അതുപോലെ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേഷന് റസൽ ടി ഗർഗിന്റെ ഇത് എന്താ പറയാ അതിന്റെയും അക്കോർഡിംഗ് ടു ഹിം what is process of administration, he has listed out in 7 areas. That is decision making, planning, organizing, communicating, influencing, coordinating and evaluating. അപ്പം ഇതെല്ലാം നമുക്ക് ഈ ടേംസ് എല്ലാം നമ്മളുടെ വി ആർ വെരി ഫെമിലിയർ വിത്ത് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ലൈക്ക് യു ഹാവ് ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ഹൗ വാട്ട് ഷുഡ് ബി ദ ഫൈനൽ കോൾ എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, ഇൻഫ്ലുവൻസിങ്. യു ഹാവ് ടു ഇൻഫ്ലുവൻസിംഗ് നമുക്ക് മോട്ടിവേറ്റിംഗ് എന്നും പറയാം. ലൈക്ക് യു ക്യാൻ ഇൻഫ്ലുവൻസ് എ പേഴ്സൺ ടു ഡു ഗുഡ് ജോബ് with appreciation and good words and support and all, you can influence. Coordinating. Then idellam coordination വേണം. പിന്നെ evaluating how success is the program. What are I would say all the programs cannot be successful. There could be shortcomings. Shortcomings should be identified at the right time and we have to overcome that. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എപ്പോഴും തന്നെയാണ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ടീമില് ലൈക്ക് ഡിസിഷൻസ് എടുക്കാനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് വന്നാൽ the right person will take the decision and how to go to the next, what should be the next step എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത്രയാണ് the process of administration എന്ന ടോപ്പിക്കിലുള്ളത്. Okay, and I'm sharing the PPT also for you. So that's it. Okay.